ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ഞാൻ റൂം എടുക്കാം, നിങ്ങൾ അവിടെ പോയിരുന്നോളൂ. സൂര്യ സീതയോടും ഇന്ദുവിനോടും ആരുവിനോടായി പറഞ്ഞുവെങ്കിലും അവരൊന്നും പോകാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ ഇരുന്നു. ജലപാനം പോലും ഇല്ലാതെ ദൈവത്തെ വിളിച്ച് എല്ലാവരും ഐസിയുവിന് മുന്നിലിരുന്നു. 24 മണിക്കൂറിന് ശേഷം മഹിക്ക് ബോധം വന്നുവെങ്കിലും ഇൻഫെക്ഷൻ ചാൻസ് ഉള്ളത് കൊണ്ട് 2 ദിവസം കഴിഞ്ഞ് മഹി ഐസിയുവിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കാണാമെന്ന് പറഞ്ഞ് ആരെയും കാണാൻ അനുവദിച്ചിരുന്നില്ല. 3 ദിവസത്തിന് ശേഷം ഇന്നാണ് മഹിയെ റൂമിലേക്ക് മാറ്റുന്നത്. മഹിയെ റൂമിലേക്ക് മാറ്റുമ്പോഴേക്കും കോവിലകത്ത് പോയി ആവശ്യമുള്ള സാധനങ്ങളുമായി വരാമെന്ന് പറഞ്ഞ് ഇന്ദുവും സീതയും പോയുവെങ്കിലും ആരുവിനെ വിളിച്ചപ്പോൾ അവൾ കൂടെ പോയില്ല. മഹിയെ റൂമിലേക്ക് മാറ്റിയതും അവനെ കാണാനുള്ള കൊതിയുണ്ടെങ്കിലും അവൻ തന്നോട് എങ്ങനെ പ്രതികരിക്കുന്ന പേടിയിൽ ആര് റൂമിലേക്ക് കയറാൻ മടിച്ചു നിന്നു. മോള് വരുന്നില്ലേ? മടിച്ചു നിൽക്കുന്ന ആരുവിനെ നോക്കി സൂര്യൻ ചോദിച്ചു. ഞാനില്ലച്ചാ. ആര് സൂര്യയെ നോക്കാതെ മടിയോടെ പറഞ്ഞു. അതെന്താ? അത് പിന്നെ ആര് എന്ത് പറയണമെന്നറിയാതെ പതറി. ഇത്രയും ദിവസം ഊണും ഉറക്കില്ലാതെ അവനെ കാണാൻ കാത്തിരുന്നതല്ലേ. അപ്പം ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? അവനും മോളെ കാണാൻ ആഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് മോള് വാ. സൂര്യ അതും പറഞ്ഞ് ആരവിൻ്റെ കൈ പിടിച്ച് ഉള്ളിലേക്ക് നടന്നു. മരുന്നിൻ്റെ മയക്കത്തിലാണ്. പിന്നെ ഡോക്ടറിൻ്റെ ക്യാമ്പിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. നെയ്സ് അവനോട് അതും പറഞ്ഞ് മഹിക്ക് കൊടുക്കാനുള്ള മരുന്ന് മേൽപ്പിച്ച് അവിടുന്ന് പോയി. മോളെ, ഞാൻ ഡോക്ടർ പോയെന്ന് കണ്ടിട്ട് വരാം. സൂര്യ ആരവിനോടായി പറഞ്ഞു പോയതും സൂര്യയുടെ കൂടെ മഹിയുടെ വിവരങ്ങൾ അറിയാൻ ആദിയും മിജ്ജുവും പോയതും ആര് റൂമിൻ്റെ ഡോറ് ചാരി മഹി കിടക്കുന്ന ബെഡിൻ്റെ അടുത്തുള്ള സ്റ്റൂളിൽ വന്നിരുന്നു. മഹിയുടെ വയറിലുള്ള വലിയ കെട്ട് കണ്ടതും ആരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഉള്ളുകൊണ്ട് പറഞ്ഞതിനെല്ലാം അവനോട് മാപ്പ് ചോദിച്ച് പതിയെ മഹിയുടെ ഡ്രിപ്പിട്ട് കൈകളിൽ തഴുകി അവൻ്റെ നെറ്റിയിൽ വീണ് കിടക്കുന്ന മുടിയിടകൾ മാടിയൊതുക്കി അവിടെ ചുണ്ടുകൾ ചേർത്തു. തൻ്റെ പാതിക്കായുള്ള അവളുടെ ആദ്യ ചുംബനം. മഹിയുടെ നെറ്റിയിൽ നിന്നും ചുണ്ടുകൾ പിൻവലിക്കുന്ന വേളയിൽ ഒരു തുള്ളി കണ്ണുനീര് അവൻ്റെ കവിളിലേക്ക് ഇറ്റി വീണു. തൻ്റെ കവിളിലും നെറ്റിയിലും തണുപ്പറിഞ്ഞതും മഹി പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നതും തൻ്റെ അത്രയും അടുത്ത ആരുവിനും മുഖം കണ്ടതും അവൻ്റെ കണ്ണുകൾ വിറന്നുവെങ്കിലും തലേ ദിവസം അവൾ പറഞ്ഞതൊക്കെ ഒരു തിരശ്ശീലയിൽ എന്ന വണ്ണം അവൻ്റെ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വന്നു. മഹിയുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി, മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. എന്തടി കരയുന്നത്? നിന്റെ ആഗ്രഹം പോലെ ഞാൻ ചത്തുപോകാത്തതുകൊണ്ടുള്ള സങ്കടമാണോ? സംസാരിക്കുമ്പോൾ വലിയ സ്റ്റിച്ചിൻ്റെ വേദന കാര്യമാക്കാതെ മഹിത്തിരി ഉറക്ക ഗൗരവത്തിൽ ആരുവിനോട് ചോദിച്ചതും ആര് ചുണ്ടുകൾ കടിച്ചു പിടിച്ച് നിറകണ്ണാൽ അവനെ നോക്കി അല്ലെന്ന് തലചലിപ്പിച്ചു. കള്ളം പറയേണ്ട ആരുഷി, നിങ്ങൾക്കൊന്നും ശല്യാകാതെ പോകാനാ. മഹി ബാക്കി പറയുന്നതിന് മുമ്പായി ആര് വേഗം അവൻ്റെ വാപത്തിപ്പിടിച്ചു. ഇങ്ങനെയൊന്നും പറയല്ല മഹിയേട്ട, ഞാൻ എല്ലാം കൂടി ആയത് അപ്പോഴത്തെ ദേഷ്യത്തിൽ അറിയാതെ പറഞ്ഞതാ, എന്നോട് ക്ഷമിക്കണം. ആര് പതിയെ മഹിയുടെ വാമൂടിയ കൈകൾ അയച്ചുകൊണ്ട് പറഞ്ഞതും മഹി ആര് തന്നെ വിളിച്ച പേരിൽ കുടുങ്ങി നിൽക്കുകയായിരുന്നു. ആര് തന്നെ മഹിയേട്ടാന്ന് വിളിച്ചത് കേട്ട് മഹിക്ക് ഒത്തിരി സന്തോഷം തോന്നിയെങ്കിലും അവളുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ അവൻ്റെ വാശി സമ്മതിച്ചില്ല. സത്യ ഞാൻ പറഞ്ഞത്. സ്കൂളിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ മഹിയേട്ടൻ്റെ പേര് പറഞ്ഞ് അപമാനിച്ചു. കൂടെ മഹിയേട്ടൻ ആ സ്ത്രീയുടെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞതും എല്ലാം കേട്ട് സഹിക്ക വയ്യാതെ ആയപ്പോൾ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. അല്ലാതെ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ പറ്റാൻ വേണ്ടി പറഞ്ഞതല്ല. അതിനെനിക്ക് കഴിയത്തില്ല. എന്നെ വെറുക്കല്ലേ. ആരും മഹിയെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കഴുത്തിരക്കിലേക്ക് മുഖം പൂഴ്ത്തി തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ആര് തന്നെയാണോ ഇതെന്നറിയാതെ മഹി എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുന്തം വിഴുങ്ങിയ പോലെ കിടന്നു. പെട്ടെന്നാണ് ഡോറ് തുറന്ന് സൂര്യ അകത്തേക്ക് കയറി വന്നത്. പുറകെ തന്നെ ആദിയും മിജ്ജുവും കയറി വന്നതും മഹിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആരുവിനെ കണ്ടതും മൂവരും ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു. അപ്പോഴേക്കും മഹി അവരെ കണ്ട് ആരുവിനെ തന്നീ നടത്തി മാറ്റിയതും ആരവരെയെല്ലാം കണ്ട് ഷോളിൻ്റെ തുമ്പ് കൊണ്ട് കണ്ണുനീരൊപ്പി ഒരു ഒറ്റത്തേക്ക് മാറി നിന്നു. നല്ല വേദനയുണ്ടോ മോനെ? സൂര്യ മഹിയുടെ അടുത്തേക്ക് വന്ന് അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഇല്ല. മഹി സൂര്യയുടെ കൈകളുടെ എടുത്ത് മാറ്റി അദ്ദേഹത്തിന് ചോദ്യത്തിന് താല്പര്യമില്ലാത്തതുപോലെ മറുപടി പറഞ്ഞു. ഇനിയൊരു സംസാരത്തിന് താല്പര്യമില്ലാത്തതുപോലെ അവൻ കണ്ണുകളടച്ച് കിടന്നു. മഹിയുടെ പ്രവൃത്തി കണ്ട് സൂര്യൻ നോവോട് അവനെ ഒന്ന് നോക്കി ആരുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ എന്ത് പറഞ്ഞാച്ചാ? ആര് തൻ്റെ അടുത്തേക്ക് വന്ന സൂര്യനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒരാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ച് വലിയുന്നത് കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഇതിലും മഹിക്ക് കൊടുക്കാനുള്ള ചായയും ബ്രെഡും ഉണ്ട്. ലൈറ്റായിട്ടുള്ളത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. കൂടെ മോൾക്ക് കഴിക്കാനുള്ളതുകൊണ്ട് ഞാനൊന്ന് വീട്ടിൽ പോയി ഫ്രഷായി സീതയും ഇന്ദുവിനെയും കൊണ്ട് വരാം. സൂര്യ കയ്യിലുള്ള കിറ്റ് ആരുവിനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ആരും എല്ലാം കേട്ട് ശരിയെന്ന രീതിയിൽ തലയാട്ടി കിറ്റ് വാങ്ങി ടേബിളിലേക്ക് വെച്ചു. കണ്ണടച്ച് കിടക്കുന്ന മഹിയൊന്ന് നോക്കി നിശ്വസിച്ച്
ആദിയോടും ബിജുവിനോടും യാത്ര പറഞ്ഞ് സൂര്യൻ അവിടുന്ന് പോയി. മഹി, ആ പോലീസുകാരൻ ആയിഷ് വന്നിരുന്നു. സൂര്യ പോയതും ആദിയും മഹിയും ബിജുവും മഹിയുടെ അടുത്തേക്ക് പോയിരുന്നു കൊണ്ട് പറഞ്ഞു, ഒരു കണക്കിന് നിന്റെ അച്ഛൻ കേസില്ലാതെ ഒഴിവാക്കിയത്. ഇജ്ജു പറഞ്ഞത് കേട്ട് മഹി തറപ്പിച്ചൊന്ന് മൂളി. ഞങ്ങളുടെ ബലമായ സംശയം നിന്നെ എങ്ങനെ ആക്കിയതിന് പിന്നിൽ ആ പോലീസുകാരനാണോന്നാ. ആദ്യം തൻ്റെ ഉള്ളിലെ സംശയം മറച്ചു വെക്കാതെ മഹിയോട് പറഞ്ഞു, അവനൊന്നും അല്ല ഇത്, ആ ഷെട്ടിയുടെ ആൾക്കാരാ. ആ നായിൻ്റെ മോൻ ചതിയിലൂടെ കുത്തിയതാ. ഞാനൊന്ന് എണീക്കട്ടെ, അവനൊക്കെ ഈ യക്ഷിത് മഹാദേവ് ആരാണെന്ന് അറിയിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. മഹി ദേശത്തിൽ പല്ല് കടിച്ച് പറഞ്ഞത് കേട്ട് ആരും ഇവന് ഇത്രയും കിട്ടിയതും പഠിച്ചില്ലെന്ന പോലെ കെറിവെച്ച് മഹിയെ നോക്കി. അധികം സംസാരിക്കണ്ട, ഞങ്ങൾ പുറത്തുണ്ടാകും. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. തങ്ങളവിടെ നിൽക്കുന്നത് കൊണ്ട് ഇനി ആരുവിനൊരു ബുദ്ധിമുട്ട് വേണമെന്ന് കരുതി ആദിയും ബിജുവും മഹിയോട് പറഞ്ഞ് പുറത്തേക്ക് പോയി. അവർ പോയതിന് പിറകിയായി ആരും മഹിക്ക് കഴിക്കാനുള്ളതും എടുത്ത് അവൻ്റെ അടുത്തേക്ക് ചെന്നുവെങ്കിലും മഹി വേണ്ടെന്ന് തീർത്ത് പറഞ്ഞ് മുഖവും കയറ്റി പിടിച്ച് കിടന്നതും ആരുവിനൊന്നും പറയാതെ ഒരു ഗ്ലാസ് ചായ വലിച്ചു കുടിച്ച് ബൈസ്റ്റാൻഡ് ബെഡിൽ പോയി കിടന്നതും ഇത്രയും ദിവസത്തെ കരച്ചിലിൻ്റെയും ഉറക്കത്തിൻ്റെയും ക്ഷീണം കാരണം കിടന്നപ്പോൾ ആരും ഉറങ്ങിപ്പോയിരുന്നു. ആരുവിന് അനക്കൊന്നും കേൾക്കാതെ വന്നതും വെറുതെ കണ്ണടച്ച് കിടന്നിരുന്ന മഹി പതിയെ കണ്ണ് തുറന്ന് നോക്കി. ബെഡിൽ ചുരുണ്ടുകൂടി കൈകൾ മടക്കി തലയ്ക്ക് പിറകിൽ വെച്ച് കിടക്കുന്നവളെ നോക്കി കിടക്കവേ കുറച്ചു മുമ്പ് ആര് തന്നോട് പറഞ്ഞതും തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതുമെല്ലാം ഓർമ്മയിലേക്ക് വന്നതും ആരുവിൻ്റെ മാറ്റത്തെ വിശ്വസിക്കാനാകാതെ മഹി അവളെ നോക്കിക്കിടന്നു. ആരുവിനെ നോക്കിക്കിടന്ന മരുന്നിൻ്റെ ക്ഷീണം കാരണം മഹിയും ഉറങ്ങിപ്പോയിരുന്നു. കുറച്ചു കഴിഞ്ഞതും ആരോ തൻ്റെ തലയിൽ തലോടൊന്ന് തറഞ്ഞ് കണ്ണുകൾ വലിച്ചു തുറന്ന മഹി കാണുന്നത് നിറകണ്ണുകളോട് നിൽക്കുന്ന ഇന്ദുവിനെയാണ്. തന്നെ തലോടിയ കൈകൾ അവരുടേതാണെന്ന് അറിഞ്ഞതും മഹിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. നിങ്ങളോ മാറി നിൽക്ക്. മഹി ദേഷ്യത്തിൽ അവരുടെ കൈകൾ തട്ടിമാറ്റി. മോനെ മാഹിക്കുട്ട. മഹിയുടെ പ്രവൃത്തിയിൽ മനം നൊന്നവർ വിളിച്ചു. ഞാൻ നിങ്ങളുടെ മകനല്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങളെ കാണുന്നത് എനിക്ക് വെറുപ്പാ. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? കടന്നു പോയെൻ്റെ മുമ്പിൽ നിന്ന്. മഹി സംസാരിക്കുമ്പോൾ വലിയ സ്റ്റിച്ചിൻ്റെ വേദന കാര്യമാക്കാതെ ദേഷ്യത്തിൽ അവരോട് പറഞ്ഞു. മഹിയുടെ മുഖത്ത് വെറുപ്പ് കണ്ടതും ഇന്ദു സാരി തലപ്പ് കൊണ്ട് വാ പൊത്തിപ്പിടിച്ച് കരച്ചിലടക്കി. മഹിയുടെ ശബ്ദം ഉയർന്നത് കേട്ട് ഉറക്കം മുറിഞ്ഞ് എണീറ്റ് ആര് കാണുന്നത് ഇന്ദുവിനോട് ദേഷ്യപ്പെടുന്ന മഹിയാണ്. ആ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാത്ത മഹിയോട് ആരുവിന് ആ നിമിഷം ദേഷ്യം തോന്നി. ഒന്ന് നിർത്തൂ മഹിയേട്ടാ, എന്തിനാ വെറുതെ അമ്മയോട് ദേഷ്യപ്പെടുന്നത്? ആരും അങ്ങോട്ട് വന്ന് ഇന്ദുവിനെ ചേർത്ത് പിടിച്ച് ദേഷ്യത്തിൽ ചോദിച്ചു. നീ നിന്റെ പണി നോക്കി പോടി, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരടി? ഞാൻ എനിക്ക് തോന്നുന്നവരോട് ദേഷ്യപ്പെടും, അതൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല. മഹി പൊട്ടി വന്ന് ദേഷ്യം ആരുവിനോട് തീർത്തു. ദേ മിണ്ടാതെ കിടന്നോ, ഇല്ലെങ്കിൽ സുഖമില്ലാതെ കിടക്കാനൊന്നും ഞാൻ നോക്കില്ല. ഒറ്റ കുത്തു വെച്ചൊരു പറഞ്ഞില്ലത് വേണ്ട. ആര് സൂര്യ അവിടെ നിൽക്കുന്നത് കൊണ്ട് ശബ്ദം കുറച്ച് മഹിക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ പറഞ്ഞു. അമ്മ വാ, ഈ ഭ്രാന്തനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇന്ദുവിൻ്റെ കൈ പിടിച്ച് അതും പറഞ്ഞ് ആരവിടുന്ന് പുറത്തേക്ക് നടന്നു. ഭ്രാന്തൻ നിന്റെ ചത്തുപോയ തന്തക്കാടി. മഹി അവൾ പറഞ്ഞത് കേട്ട് ദേഷ്യത്തിൽ പറഞ്ഞതും ആരൊന്ന് തിരിഞ്ഞ് മഹിയെ കൂർപ്പിച്ച് നോക്കി ഇന്ദുവിനെയും കൊണ്ട് പുറത്തേക്ക് പോയി. എന്തിനാ മഹി വെറുതെ മോളുമായിട്ട് ഉള്ളക്കിന് പോകുന്നത്? ആര് മോള് പാവല്ലടാ, നിന്റെ ഈ ചാടി കളിക്കുന്ന സ്വഭാവം കുറിച്ചൊന്ന് മാറ്റിക്കൂടെ? അവർ പോയതും സൂര്യ മഹിയോട് പറഞ്ഞു. ഞാൻ ഇങ്ങനെയാ, ഏരിക്കാരുടെയും ഉപദേശമൊന്നും കേൾക്കണ്ട. മഹി അത്രയും പറഞ്ഞ് മുഖം വീർപ്പിച്ച് വെച്ച് കണ്ണുകളടച്ച് കിടന്നതും അവൻ ഈ ജന്മം നന്നാവില്ലെന്ന ഭാവത്തിൽ മഹിയൊന്ന് നോക്കി സൂര്യ അവിടെയുള്ള ചെയറിലേക്കിരുന്നു. ഇന്ദുവിനെയും കൊണ്ട് ആര് വരാന്തയിലുള്ള വെയിറ്റിംഗ് ചെയറിൽ പോയിരുന്നു. എൻ്റെ അമ്മേ, അമ്മക്കറിയില്ലേ ആ ചെകുത്താൻ്റെ സ്വഭാവം? എന്നിട്ട് എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? എനിക്ക് വിഷമൊന്നുമില്ല മോളെ, എത്രയായാലും എൻ്റെ മഹിക്കുട്ടനല്ലേ, അവൻ അറിവില്ലാതെ പറയുന്നു, അത്രേ ഞാൻ കരുതുന്നുള്ളൂ. എന്തോ മിഴികളൊപ്പി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയ്ക്ക് പുത്രസ്നേഹം കൂടി ഭ്രാന്തായതാ. എന്തു പറഞ്ഞു കേട്ട് കെറുവോട് ആര് പറഞ്ഞു. എൻ്റെ ആരുമോൾക്ക് തീരെ കുശുമ്പില്ലേ? എന്തോ ആരുവിൻ്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും ആരവരെ നോക്കി പല്ലലിച്ച് കാണിച്ചു. അമ്മയുടെ കൂടെ സീതമ്മ വന്നില്ലേ? ആരും സീതയെ കാണാത്തത് കൊണ്ട് സംശയത്തിൽ ചോദിച്ചു. ഇല്ല ചേച്ചി, ഞങ്ങളുടെ കൂടെ പോരാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയതായിരുന്നു. പെട്ടെന്നാ BP കൂടിയത്. അയ്യോ, എന്നിട്ടിപ്പോൾ കുറവുണ്ടോ? ഇപ്പം കുഴപ്പമൊന്നുമില്ല, 3-4 ദിവസം ഉറക്കൊഴിച്ച് നിന്നതല്ലേ, അതിൻ്റെയാണ്. എന്തു പറയുന്നതും കേട്ട് ആരിയിരുന്നു. കുറച്ചു നേരം അവിടെ സംസാരിച്ചതിന് ശേഷമാണ് ഇരുവരും റൂമിലേക്ക് പോയത്. സൂര്യനും ബിന്ദുവും വന്നപ്പോൾ തന്നെ ആദിയും ബിജുവും വീട്ടിലേക്ക് പോയിരുന്നു. ആ നിങ്ങൾ വന്നോ? കുറച്ചു മുമ്പ് നൈസ് വന്നിരുന്നു. മഹിയുടെ കൂടെ ഒരാൾക്കേ നിൽക്കാൻ പറ്റുകയുള്ളൂ,
അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പൊക്കും, ഞാനിവിടെ നിന്നോളാം. റൂമിലേക്ക് വന്ന ഇരുവരെയും കണ്ട് ഫോണിൽ നിന്നും തലയുയർത്തിക്കൊണ്ട് സൂര്യ പറഞ്ഞു, വേണ്ട, അച്ഛൻ അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പൊക്കോ, ഞാനിവിടെ നിന്നോളാം. സൂര്യ പറഞ്ഞത് കേട്ട് അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് ആര് പറഞ്ഞു, അത് വേണ്ട, മോളെ കൊണ്ട് ഒറ്റക്ക് പറ്റില്ല, മോള് വീട്ടിലേക്ക് പൊക്കോ. അത് വേണ്ട അച്ഛാ, അച്ഛൻ വീട്ടിലേക്ക് പൊക്കോ, ഞാൻ നിന്നോളാം മഹിയേട്ടൻ്റെ അടുത്ത്. ആര് പോകാൻ കൂട്ടാക്കാതെ നിന്നതും അവസാനം സൂര്യനും ബിന്ദുവും അവളെ അവിടെയാക്കി മടങ്ങിപ്പോയി. നീ എന്താ പോകാത്തത്? മാഹി ആരുവിനെ നോക്കി സംശയത്തിൽ ചോദിച്ചു. ഞാൻ പോയ ഇവിടെ പിന്നെ നിങ്ങൾക്ക് കൂട്ടിനാരാ? എനിക്ക് കൂട്ടിന് ആരും വേണ്ട, നീ പോകാൻ നോക്ക്. മാഹി ആര് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ പറഞ്ഞു. ആര് തനിക്ക് കൂട്ടായി നിന്നതിൽ മഹിക്ക് സന്തോഷമുണ്ടെങ്കിലും അവൾ പറഞ്ഞതൊക്കെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടപ്പുള്ളത് കൊണ്ട് അവൻ അവളോട് പരിഭവമായിരുന്നു. ഇവിടെ നിൽക്കണോ പോണെന്നൊക്കെ ഞാൻ തീരുമാനിച്ചുകൊണ്ട് അതിൽ നിങ്ങൾ ഇടപെടണ്ട. ഒരു പാത്രത്തിലേക്ക് മഹിക്കുള്ള കഞ്ഞിയും എടുത്ത് അവൻ കിടക്കുന്ന ബെഡിൻ്റെ അടുത്ത് വന്നിരുന്ന് ബെഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഞ്ഞി പാത്രവുമായി അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ മറ്റൊരാൾ ഇടപെടുന്നതേ എനിക്കും ഇഷ്ടമല്ല. അതെ, സംസാരം നിർത്തി ഈ കഞ്ഞി കുടിക്ക്, എന്നിട്ട് മരുന്ന് കഴിക്കാനുള്ളതാ. മഹി ബാക്കി പറയുന്ന മുമ്പായി ആര് സ്പൂണിലെ കഞ്ഞി കോരി മഹിക്ക് നേരം നീട്ടിക്കൊണ്ട് പറഞ്ഞു, എനിക്കെങ്ങും വേണ്ട, കൊണ്ടുപോയി നിന്റെ തന്തക്ക് കൊടുക്ക്. മഹി മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ആരും ഒരു നിമിഷം ചുണ്ടുകൾ കടിച്ചു പിടിച്ച് മഹിയെ നോക്കിയിരുന്നു. പിന്നെ മഹിയുടെ കവിളിൽ കുത്തിപ്പിടിച്ച് വാ തുറന്ന് സ്പൂണിലുള്ള കഞ്ഞി മഹിയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തതും മഹി അത് തുപ്പുന്നതിന് മുമ്പായി ആര് വേഗം അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. വായിലുള്ള കഞ്ഞി ഇറക്കുന്നതാവും നല്ലത്, ഇല്ലേ എൻ്റെ നല്ലത് കിട്ടുവേ. മഹിയെ നോക്കി കണ്ണിട്ട് പേടിപ്പിച്ചുകൊണ്ട് ആര് പറഞ്ഞതും മഹി വായിലുള്ള കഞ്ഞിറക്കി. വാ തുറക്കും മഹിയേട്ടാ, തുറക്കാൻ. അടുത്ത സ്പൂൺ കോരി മഹിയുടെ ചുണ്ടോട് മുട്ടിച്ച് വാ തുറക്കാൻ നിൽക്കുന്ന മഹിയെ നോക്കിക്കൊണ്ട് ആര് ഗൗരവത്തിൽ പറഞ്ഞതും മനസ്സോടെ മഹി വാ തുറന്നു. കഞ്ഞി ഇഷ്ടമല്ലാതെ മുഖം കയറ്റി പിടിച്ച് കുടിക്കുന്ന മഹിയെ കണ്ടതും ആര് വന്ന ചിരി അടക്കി കള്ള ഗൗരവം നടിച്ചിരുന്ന്, ഇല്ലെങ്കിൽ ശരിയാകില്ലെന്ന് അവൾക്കറിയാം. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മഹി ആര് തരുന്ന കഞ്ഞി മുഴുവൻ കുടിച്ചിരുന്നു. നിങ്ങളൊക്കെ വലിയ ബിരുദന്മാരെ ഈ ആരിച്ച് കണ്ടിട്ടും നിനക്ക് നിർത്തിയിട്ടുണ്ട്, പിന്നെയാ നിങ്ങൾ. കഞ്ഞി മുഴുവൻ മഹി കുടിച്ചതും അവനുള്ള മരുന്നും വെള്ളവും കൊടുത്തു കഴിഞ്ഞ് മഹിയുടെ വാ കഴുകി മുഖം തുടച്ച് കൊടുത്തുകൊണ്ട് ആര് പറഞ്ഞതും മഹി അവളെ നോക്കി പുച്ഛിച്ച് കണ്ണടച്ച് കിടന്നു. ആര് ബാക്കിയുള്ള കഞ്ഞി കുടിച്ച് ബാത്റൂമിൽ പോയി ഫ്രഷായി വരുമ്പോഴാണ് റൂമിൻ്റെ വാതിലിൽ ആരോ മുട്ടിയത്. വാതിൽ തുറന്നതും മുഖത്ത് പുട്ടിയും അടിച്ചൊരു കൂളിംഗ് ഗ്ലാസും വെച്ച് കുട്ടിയുടുപ്പ് വിട്ട് നിൽക്കുന്നവൾ ആരും ഇതാരാണെന്ന രീതിയിൽ സംശയത്തോടെ ആ പെണ്ണിനെ നോക്കിയതും അവൾ അപ്പോഴേക്കും ആരുവിനെ തട്ടിമാറ്റി ഉള്ളിലേക്ക് കയറിയിരുന്നു.